വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം ഡോക്ടർ രജികുമാറാണ്. സർ അതിന് മുമ്പ് ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട്. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ആരാണ് മാഡം സംസാരിക്കുന്നത്? ഞാൻ കോട്ടയത്തു നിന്നാണ്, ബിന്നുവാണ്. ചോദിച്ചോളൂ മാഡം. ഹലോ, ചോദിച്ചോളൂ. സർ, എനിക്ക് ഒരു 4-5 വർഷങ്ങളായിട്ട് ദേഹത്തെല്ലാം മാറി മാറി നീർക്കെട്ടും വേദനയല്ല. ഒന്ന് വീണതിനെ തുടങ്ങിയതാണ്. പക്ഷെ ആ നീർക്കെട്ട് മാറാവന്ന് ഏസറ്റേറ്റ് നോക്കിയപ്പോ അന്ന് എബോ 200 ഉണ്ടായിരുന്നു, 400 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് പല മരുന്നുകളും എടുത്തിട്ട് കുറഞ്ഞില്ല. ലാസ്റ്റ് ഹോമിയോപ്പതി കൊണ്ട് ഇപ്പൊ കുറവുണ്ട്. പക്ഷെ ഇത് ഒന്നും ഡയഗ്നോസ് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ പക്ഷെ തണുപ്പ് പറ്റത്തില്ല. തണുപ്പടിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര വേദന കൂടുന്നുണ്ട്. അല്ലാത്ത ഇപ്പൊ ഏസറ്റേറ്റ് നോക്കിയിട്ട് നോർമലായിരുന്നു, ബിലോ 200 ആയിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണെന്നറിയോ, ഇപ്പോഴും പുറത്തൊക്കെ വേദനയുടെ കട്ടിപ്പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും തണുപ്പടിക്കുമ്പോഴും വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായി. പക്ഷെ ഇതിനിടെ ഈ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ തന്നെ എനിക്കൊരു ഡെലിവറി നടന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. ചെറുപ്രായത്തിലൊന്നും അങ്ങനെ. പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഈ തുടക്കത്തിലും ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. തണുപ്പടിക്കുമ്പോ അന്നേരം ത്രോട്ട് ഇൻഫെക്ഷനും ചുമയും, തൊണ്ട അങ്ങ് വീങ്ങി. ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ വരാറുണ്ടോ? ഇപ്പൊ അങ്ങനെയില്ല, എന്നാലും ചില സമയത്തുണ്ട്. കണ്ടിന്യൂ ആയിട്ടില്ല. മറ്റേ കണ്ടിന്യൂ ഫീവറും ത്രോട്ട് ഇൻഫെക്ഷനും ആയിരുന്നു. ഇതെന്ത് അസുഖമാണെന്നൊന്ന്. ഇപ്പൊ ഈ നീർക്കെട്ടല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? വേറെ വിഷമങ്ങളൊന്നുമില്ല. ഇല്ല, മിക്കവാറും തണുപ്പടിക്കുമ്പോഴാണ് കൂടുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം തൊണ്ടവേദന സാധാരണ ആൾക്കാരിൽ വരാറുള്ളതാണ്. അത് കഴിഞ്ഞൊരു നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നേരിട്ട് വാതപ്പനി എന്നുള്ളൊരു രോഗനിർണയത്തിൽ എത്താൻ കഴിയും.